എല്ലാവർക്കും BRO ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സേഫ് അല്ലേ? അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ മുമ്മൂസാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അവർ കഴിച്ചിട്ടില്ല. ഞാൻ ഇതുവരെയും കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് അത്ര നല്ലതാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഞമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് നമുക്ക് അതിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി അടപ്പത്ത് വെച്ച് വേവിക്കാം. അധികം വെള്ളമൊന്നും വേണ്ട, അതൊന്ന് പതുക്കെ വേവാനുള്ള വെള്ളം മതി. വെള്ളം വറ്റി ഈ രീതിയിലാവണം. അതെടുത്ത് നമ്മൾ അങ്ങനെ ചീന്തി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു കഴിയുമ്പോൾ ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ എന്തെങ്കിലും അടി കട്ടിയുള്ളൊരു പാത്രം നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് അതിൽ 1 ടേബിൾ ടീസ്പൂണ് നെയ്യ്, 1 or 2 ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് സബോള കുരുകുരുന്നരിഞ്ഞത്, ക്യാബേജ് അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, അത് 3ഉം ഒരുമിച്ച് നമുക്ക് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചപ്പ് പോണ വരെ നമുക്ക് ഇളക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ അതും കൂടി അതിലിടാം. അപ്പോൾ കട്ടിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കുത്തി കട്ട കളയാം. അത് നന്നായി ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ ഒന്ന് എല്ലാവിടെയും ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം. ഇഷ്ടമായാൽ നിങ്ങൾ കമൻ്റ് ഇടണം. അത് നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നുണ്ടെങ്കിലും അതും കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ കണ്ടുപോകുന്നുള്ളൂ. നമുക്കൊരു ലൈക്കോ കമൻറ്റോ ഒന്നും തരുന്നില്ല, സബ്സ്ക്രൈബും ഇല്ല. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ അതിൽ നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. കുറച്ച് സോയാ സോസും കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് അതും നന്നായി ഒന്ന് ഇളക്കി എല്ലായിടം എത്താൻ രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അത് ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനാവശ്യമുള്ളത് മൈദയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് ഒരു 1/2 കിലോ മൈദയാണ്. അതിൽ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ. അതിലിട്ടിട്ട് ഒന്ന് താഴെ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടി മാത്രം. അതിലൊരു ടീസ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നെയ്യും കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ നെയ്യുടെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അത് അങ്ങനെ നന്നായി എല്ലാവിടെയും എത്താൻ രീതിയിൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പരുവമൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായി ഇളക്കി എല്ലാവിടെയും ആവാൻ രീതിയിൽ. അധികം വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. അധികം വെള്ളം കൂടിയാൽ നമുക്ക് ആ രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ചപ്പാത്തിക്ക് പരത്തണത് പോലെയാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. നെയ്യ് ഒഴിച്ച് വാട്ടി ചിലവരുണ്ടാക്കും പച്ചക്ക് അങ്ങനെ തന്നെ ഒന്നും ചൂടാക്കാതെ അങ്ങനെ തന്നെ കൂട്ടി കുഴച്ച് ഇതിൽ വെച്ച് ആവിയിലിട്ട് വേവിക്കും. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് നമ്മളിത് നെയ്യിലൊക്കെ ഒഴിച്ച് ഇങ്ങനെ നന്നായി ഇളക്കിയെടുത്ത് എല്ലാവിടെയും നെയ്യൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യടിയും കൂടി. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പാത്രം ഇങ്ങനെ വട്ടമുള്ള പാത്രം ഉണ്ടായില്ല. അപ്പം ചെറിയ ഗ്ലാസ് കൊണ്ടാണ് വെച്ചത്. അപ്പോൾ ഒത്തിരി വലിപ്പക്കുറവുണ്ടായിരുന്നു. അപ്പോൾ വലിപ്പക്കുറവ് വന്നപ്പോൾ ഞാനതൊന്ന് പരത്തിയും കൂടി എടുത്തു. ഫസ്റ്റത്തെ ഉണ്ടാക്കിയപ്പോൾ അതിങ്ങനെ റെഡിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അത് ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തി കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് അതിലാക്കി ഇങ്ങനെ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഭംഗിയിൽ ഞാനാക്കിയത് ഭംഗിയൊന്നും ആയിട്ടില്ല കേട്ടോ.
അങ്ങനെ ഇങ്ങനെ 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 കൂട്ടി കുഴച്ച് ഒരു ഡിസൈൻ പോലെ കൊടുക്കാം. അത് നിങ്ങൾക്ക് അറിയണ രീതിയിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുത്തോട്ടാ. അതിന് ഇഡ്ഡലി ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഇഡ്ഡലി ചെമ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഓരോന്നോരോന്നായി എടുത്ത് വെച്ച് നന്നായി ആവി കയറ്റി എന്നാലൊരു 15 മിനിറ്റ് നമുക്കിതിൽ വേവിക്കേണ്ടി വരും കേട്ടോ. 15 മിനിറ്റ് എന്തായാലും 15 മിനിറ്റ് മതി. കാരണം നമ്മൾ ചിക്കൻ മുന്നേ വേവിച്ച് വെച്ചതാണ്. പച്ചക്കറികളും ആണെങ്കിൽ നമ്മളത് മുന്നേ ഒന്ന് വാട്ടി അതിൻ്റെ പച്ചപ്പ് പോണ വരെ ആക്കിയെടുത്തതാണ്. പിന്നെ ഇതിലൊരു 15 മിനിറ്റാണ് ഇതിന് നമുക്ക് വേവാൻ ആവശ്യമുള്ളൂ. അങ്ങനെ 15 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുത്തിറങ്ങുന്നത്. അവർക്ക് കഴിച്ചു, ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയുണ്ട്? എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതിനൊക്കെ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണല്ലേ കഴിക്കണത്. നമ്മളിതൊക്കെ വാങ്ങിക്കണേ അതിൽ നിന്ന് ഒന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഞായറാഴ്ച ദിവസവും എപ്പോഴെങ്കിലുമൊക്കെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 3-4 പീസ് മാറ്റി വെച്ചാൽ മതി. അത് മാറ്റി വെച്ച് അതുകൊണ്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ. അതിനൊന്നും നമ്മൾ വാങ്ങിക്കണേൻ്റെ പകുതി പോലും കാശ് വരില്ല. നമുക്ക് ലാവിഷായിട്ട് കഴിക്കുകയും ചെയ്യാം, നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. കാരണം ചിക്കനൊക്കെ എങ്ങനെയുള്ളതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.